അസ്സലാമു അലൈക്കും. അപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. 2 ചെറിയ സവാള അരിഞ്ഞെടുത്തുക്കണ്, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു പൾപ്പ് വെളുത്തുള്ളി 3 പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് കേട്ടത്. മീഡിയം സൈസിൽ 2 തക്കാളി അരിഞ്ഞെടുത്തുക്കണം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചുകണ്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഉള്ളി നല്ലോണം ഗോൾഡൻ കളറ് ആക്കി എടുക്കുക കേട്ടോ. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ കളറ് നല്ലോണം മാറി വന്നിക്കണ്. ഇനി ബാക്കിയുള്ള സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വാടി കിട്ടണം കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ടെടുത്തിക്കണേ. ഉള്ളി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ച് വെച്ചത് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം വെന്തിക്കണേ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണ് വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂണ് മുളക് പൊടി ഇടണുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം. കുരുമുളക് 1/2 ടീസ്പൂണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ടെടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇറച്ചി മസാല എല്ലാം നല്ലവണ്ണം ഇളക്കിയെടുത്തുക്കണേ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം പാർന്ന് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അതാ കറി ഇവിടെ റെഡി ആയിക്കണേ. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. കറി ഇവിടെ റെഡി ആയിക്കണ്. ചോറ്, ചപ്പാത്തി, പുട്ട്, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ കറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.